എന്തോ ഒരു സംതിങ് തോന്നി. അതായത് ഈവൻ ഇന്ത്യ റൂൾ ചെയ്യും. സഞ്ജു ബീറ്റ തുടങ്ങി, ജിക്കു ബ്രൈറ്റ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ലേ ഈ പേര്. സഞ്ജു സാംസൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം സഞ്ജു സാംസൺ ഒരു ലെജൻഡാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ലെജൻഡാണ്. കഷ്ടപ്പെട്ട് ഇന്ത്യൻ ടീമിലെത്തി, ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാണ്. ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് നമുക്ക് നേടിത്തന്നു. ദാറ്റ് ഈസ് ഹാറ്റ്സ് ഓഫ് സഞ്ജു സാംസൺ. നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പേരാ ജിക്കു ബ്രൈറ്റ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ്. കഷ്ടപ്പെട്ട്, അതായത് ദൃഢനിശ്ചയം കൊണ്ട് മാത്രം എത്തിപ്പെട്ട ഒരു പയ്യനാണ് ജിക്കു ബ്രൈറ്റ്. ബിഹൈൻഡ് ദി സ്റ്റോറി ഞാൻ പറയാം. ഒരു 3 years ബാക്ക്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2023 കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അതിൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഓരോ സീസണിലും അല്ലെങ്കിൽ എല്ലാവരും 4 മാസം കൂടുമ്പോഴേക്കും പുതിയ കോച്ചസിനെ കൊണ്ടുവരും, കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ 2022-2023 കാലഘട്ടത്തിൽ ഞാൻ കൊണ്ടുവന്നൊരു കോച്ചാണ് സുനിൽ സാം. MRFന്റെ കോച്ചാണ്, എൻ്റെ സുഹൃത്താണ്. സുനിൽ സാമിനെ കൊണ്ടുവന്നിട്ട് ഒരു 4 ദിവസത്തെ ക്യാമ്പ്, 4 to 5 days ക്യാമ്പ് ഞങ്ങൾ എൻ്റെ അക്കാഡമി വെച്ച് നടത്തിയായിരുന്നു. അപ്പോൾ ഫാസ്റ്റ് ബോളിംഗ് ക്യാമ്പായിരുന്നു. അപ്പോൾ അന്ന് ഓൾ കേരളയിലുള്ള കുറേ കുട്ടികൾ വന്ന് ക്യാമ്പിന് വന്ന് അറ്റൻഡ് ചെയ്തു. കുറേ നല്ല കുറേ എക്സ്പീരിയൻസ് ആയിട്ട് സുനിലേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് എനിക്കൊരു കോൾ വന്നു. എൻ്റെ പേര് ജിക്കു എന്നാണ് സാറേ, ഞാൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്നതാണ്, കേരള ടീമിന് കളിക്കുന്നതാണ്, കേരളത്തിന് കളിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് ക്രിക്കറ്റ് ബോളിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ മോനെ എന്നൊക്കെ. അപ്പോൾ എത്ര വയസ്സായെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാറേ എനിക്ക് അന്ന് 25 വയസ്സായി എന്ന് പറഞ്ഞു. പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കണം എന്ന് ആഗ്രഹമായിട്ട് തിരുവനന്തപുരത്ത് ട്രെയിൻ കയറിയ പയ്യൻ ജിക്കു ബ്രൈറ്റ്. അവൻ അങ്ങനെ നോർത്ത് പറവൂർ നമ്മുടെ അക്കാഡമി ജെ ടി മാർഷൽ ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് വന്നു. അപ്പോൾ അത്യാവശ്യം നല്ലോണം എറിയുന്നുണ്ട്, നല്ലോണം അത്യാവശ്യം തിരക്കുള്ളവൻ എറിയുന്നുണ്ട്. ക്രിക്കറ്റ് ബോളിലേക്ക് ആണെങ്കിൽ പോലും എറിയുന്നുണ്ട്, നല്ല ലെങ്ത് ലൈനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അവനൊരു ആക്യുറേറ്റ് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ പേസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞു. അപ്പോൾ ഇവന് തിരിച്ചു പോകണ്ട. പറഞ്ഞു സാറേ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് പെർമിഷൻ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഉത്സാഹപ്പെടുത്തി, കാരണം അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം പറഞ്ഞു സാറേ എനിക്കൊന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. കാരണം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവനോട് സംസാരിച്ച് എനിക്ക് മനസ്സിലായി അവനുള്ള ഒരു ഫയർ ഉണ്ട്. അവിടുത്തെ ക്ലബിൻ്റെ വളരെ നല്ലൊരു ചേട്ടനുണ്ട്, മനോജ് ചേട്ടൻ. വളരെ നല്ലൊരു പോസിറ്റീവുള്ള ഹ്യൂമൻ ബീങ് ആണ്. മനോജ് പേഴ്സണലി മനോജ് ചേട്ടാ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവനൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ഒരു വീടൊക്കെ റെഡിയാക്കി കൊടുത്താണ്. ടെറഫിനോട് ചേർന്നൊരു വീടൊക്കെ റെഡിയാക്കി കൊടുത്ത് അവൻ പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്നു. അപ്പം ഞങ്ങളൊരു 4-5 മാസം പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ഫാസ്റ്റ് ബോളറാണ്. എൻ്റെ ടീമിൽ ജിക്കുനെ എനിക്ക് പ്ലേയിങ് ലെവലിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി 3 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. ഒരെണ്ണം നല്ല ഫാസ്റ്റ് ബോളറാണ്, അയാൾ ഒരു 6'2" ഹൈറ്റുള്ള ഒരു യങ് ഫാസ്റ്റ് ബോളർ. പിന്നെ ഒരു ലെഫ്റ്റ് ആം സീമർ, ഇയാൾ നല്ലോണം സ്വിങ് ചെയ്യിപ്പിക്കും. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ആം, ഒരു മലിംഗ സ്റ്റൈലിൽ എറിയുന്ന ഒരു ബോളറാണ്. ഈ 3 ബോളർ നല്ലോണം എറിയും, ഇവർ 3 പേരും ബാറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഇവരെ മാറ്റി നിർത്തിയിട്ട് ജിക്കുവിൻ്റെ 4ാമതൊരു പേസറായിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിത് വളരെ ട്രബിൾ ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു മോനെ, ഒരു നോർമൽ ഒരു എഡിഷൻ കളിക്കുന്ന ഒരു ടീമിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അപ്പോൾ നീ ഒന്നില്ലെങ്കിൽ ഇവരേക്കാൾ മുകളിൽ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ നീ ഇവരേക്കാൾ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു എലമെന്റ് നീ കൂട്ടിയാലേ ചാൻസ് ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഇവനത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഹാബിറ്റ് അനുസരിച്ച് ഞാൻ എല്ലാ ദിവസവും ഈ നെറ്റ് സെഷൻ കഴിയുമ്പോൾ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഞാൻ എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കഴിയുമ്പോൾ ജിക്കുവിൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ എനിക്ക് അവൻ്റെ കൈ ഭയങ്കര റഫായിട്ട് ഫീൽ ചെയ്താറുണ്ട്. റഫാണ്. അപ്പം ഞാനത് 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ആ ഫീൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് എന്തോ ഒരു സംതിങ് തോന്നി. അതായത് ഇവൻ്റെ കൈയിനപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇവൻ്റെ കൈകൾക്ക് നല്ല നീട്ടമുണ്ട്. എൻ്റെ കൈകൾക്ക് നോക്കിയപ്പോൾ ഇവൻ ടെന്നീസ് ബോൾ കട്ടേഴ്സ് എറിയും. അപ്പോൾ ഇവിടെ അവൻ്റെ റിംഗ് ഫിംഗറും അവൻ്റെ മിഡിൽ ഫിംഗറും സൈഡിലായിട്ട് തയമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു മോനെ, എനിക്കൊരു ദിവസം രാത്രി പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞ് പോയിട്ട് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്കൊന്നൊരു കാര്യം പറയാണ്ടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു മോനെ നിനക്ക് വിഷമമൊന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, നീ മീഡിയം പേസ് നിർത്തണം, നീ ഒരു സ്പിന്നറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഭയങ്കര ഷോക്കിങ് ആയി, ഇവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വളരെ വിഷമിച്ചൊക്കെ പറഞ്ഞു സാറേ ഇല്ല സാറേ ഫാസ്റ്റ് ബോളിങ് എൻ്റെ ഡ്രീമാണ്. അപ്പോൾ ഞാൻ മോനെ ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്, നീ ഇത് ചെയ്യും. കാരണം നിന്റെ ഫിംഗേഴ്സിന് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അത് മാത്രമല്ല നിന്റെ കട്ടേഴ്സ് നീ പുറത്തേക്ക് വരുന്ന ബോൾ നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ആസ്ട്രോടർഫിൽ അവൻ്റെ ബോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ്. കാരണം അങ്ങനെ ഒരു ബോളർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു മിസ്റ്ററി പോലെ പഴയ നമ്മുടെ അജന്ത മെൻഡിസ്, നമ്മുടെ സുനിൽ നാരായണൊക്കെ പോലെ നീ ഒരു മിസ്റ്ററി ബോളർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ബോളറില്ല, അതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇവൻ്റെ ബോൾ വെറുതെ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം ഇവൻ്റെ ബോള് മീഡിയം ബേസ് എറിയുമ്പോൾ സ്പീഡ് കൂടുതൽ വെച്ചിട്ട് ടേൺ കുറയുന്നു. പക്ഷേ ഇവ സ്പിൻ എറിയുമ്പോൾ പയ്യെ എറിയുന്നതോറും ടേൺ ആസ്ട്രോ ടർഫിൽ നല്ലോണം തിരിയുന്നു. അതായത് അതൊരു ഗ്രിപ്പിംഗ് ട്രാക്ക് അല്ല, എന്നിട്ട് പോലും അവൻ്റെ ബോൾ നല്ലോണം തിരിയുന്നു. അത് എന്നിലെ ഒരു സ്പാർക്ക് ഉണ്ടാക്കി. ഞാൻ അവനോട് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു മോനെ ഇത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ. അതായത്
മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു 2 വീക്സോളം ഞാൻ ഇവിടെ ബാക്ക് ടു ബാക്ക് പറയാം. അവസാനം ഞാൻ പിണങ്ങി, നീ ഇത് ചെയ്യണം, എൻ്റെ കോച്ച് പറഞ്ഞത് ഇത് ചെയ്യണം, ഇത് ചെയ്തില്ല നീ എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിണങ്ങി വിട്ട്. ഒരു 3-4 ദിവസം പുള്ളി പ്രാക്ടീസ് ഒന്നുമില്ല, വീട്ടിലൊക്കെ പോയി, എന്നോട് പറയാണ്ട് വീട്ടിലൊക്കെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നീ തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവർ പ്രാക്ടീസ് തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഇവനെ കിക്ക് കിട്ടി. ഇവൻ ഞാൻ ഈ പറയുന്ന പോലെ പുറത്തേക്ക് അപ്പോൾ പുറത്തേക്ക് ഇവൻ ടെന്നീസ് ബോൾ കിങ് ആണ്. അപ്പോൾ പുറത്തേക്ക് നല്ല സ്പീഡിലും പയ്യേക്ക് എറിയാൻ തുടങ്ങി. അപ്പോൾ നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം ഒരു വേരിയേഷൻ വെച്ചിട്ട് കാര്യമില്ല. ഇവൻ നമുക്ക് നോർമൽ റിലീസ് ബോൾ കുത്തി അകത്തേക്കും നമുക്ക് സ്പിൻ ചെയ്യിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ പറയുന്നത് നീ ഒന്ന് കാര്യം ചെയ്ത് ഒരു നോർമൽ ഒരു ലെഗി സ്റ്റൈലിൽ നീ ഒന്ന് വിട്ടുപോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ തന്നെ എന്നോട് സാറേ ലെഗി സ്റ്റൈലിൽ വിടണ്ട, ഞാൻ അല്ലാണ്ട് എൻ്റെ ഈ റിംഗ് ഫിംഗർ വെച്ചിട്ട് ഞാനൊരു സാധനം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരേ ആക്ഷനിൽ ബോൾ പുറത്തേക്ക് അകത്തേക്ക് പോകുന്നു. അത് എനിക്ക് സ്പാർക്ക് ചെയ്തു. ഞാൻ ഇവനെ അത് വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടി. അതായത് ഇവനിലൊരു എക്സ്ട്രാ ഓർഡിനറി സ്പിന്നർ ഉണ്ട്. ഞാൻ നേരെ എൻ്റെ സുഹൃത്താണ്, എൻ്റെ മെൻറ്ററാണ് ടിനു യോഹന്നാൻ. ടിനു ചേട്ടനെ വിളിച്ചു, ടിനു ചേട്ടൻ എനിക്ക് അത്യാവശ്യമുണ്ടെന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടാ അത്യാവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ചെന്നൈയിലാണ്, ഞാൻ UC കോളേജിലേക്ക് അടുത്ത ദിവസം വന്നപ്പോൾ അക്കാഡമി UC കോളേജിലാണ്, പുള്ളി അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചപ്പോൾ ഒരു പ്ലെയർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നല്ല പ്ലെയർ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കൺസൾട്ട് ചെയ്യണത് ടിനു ചേട്ടനോടാണ്. ടിനു ചേട്ടൻ നീ കാര്യം പറഞ്ഞിട്ട് നീ ഒരു കാര്യം വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അന്ന് രഞ്ജി ട്രോഫി കോച്ചും കൂടിയാണ്. അപ്പോൾ രഞ്ജി ട്രോഫി കോച്ചിനേക്കാൾ ഉപരി ഞങ്ങൾ വലിയ ഒരു ചേട്ടൻ്റെയും ബന്ധമാണ്. ചേട്ടൻ ഇങ്ങനെ സംഭവം എന്ന് പറയുമ്പോൾ നീ വരാൻ പറയും. പിറ്റേ ദിവസം ഇവനെയും കൂട്ടി 3:30 ആയപ്പോഴും UC കോളേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ അവിടെ പോയിട്ട് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഞാൻ ഒന്നും പറയുന്നില്ല, ഇവനൊരു സ്പിന്നറാണ്, ചേട്ടൻ ഒന്ന് ബോൾ കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജിക്ക് ഓടി വന്നിട്ട് ബോൾ എറിയുന്നു, UC കോളേജ് സെൻട്രൽ ബോൾ എറിയുന്നു, ടിനിച്ചേട്ടൻ കീപ്പ് ചെയ്യുന്നു. പക്ഷെ ഇവനൊരു ബോൾ എറിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ടിനിച്ചേട്ടൻ ഒന്ന് സ്റ്റക്ക് ചെയ്ത്, അതായത് ബോൾ കുത്തി പുറത്തേക്ക് പോയപ്പോൾ ടിനിച്ചേട്ടൻ പിടിച്ചത്. പക്ഷെ പുള്ളിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് പിടിക്കാൻ നേരത്ത്. അടുത്ത ബോൾ ജിക്കോട് പറഞ്ഞു എടാ ഒരേ ആക്ഷനിൽ സെയിം തന്നെ അകത്തേക്ക് അറിയാൻ പറഞ്ഞു. ആ ബോൾ അവനകത്തേക്ക് അറിയും. ടിനിച്ചേട്ടൻ ചെയ്ത് ഇതേ ബോൾ ടിനിച്ചേട്ടൻ ഓഫിലേക്ക് കൈവച്ചപ്പോൾ ബോൾ കുത്തി അകത്തേക്ക് പോയി. അപ്പോൾ ടിനിച്ചേട്ടൻ ഒന്ന് സ്റ്റക്ക് ഒരു സംശയമായി ടിനിച്ചേട്ടന്, ഇതെന്താണ് സംഭവം വെച്ചിട്ട് ഞാൻ ടിനിച്ചേട്ടൻ ഞാൻ പോയി ബോൾ എടുത്ത് വന്നു കഴിഞ്ഞിട്ട് ടിനിച്ചേട്ടൻ വീണ്ടും കീപ്പ് ചെയ്ത്. അപ്പോൾ ഞാൻ പറയാം ഇതേ സെയിം സാധനം നീ പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. അടുത്ത ബോൾ ടിനിച്ചേട്ടൻ ബോൾ കുത്തി അകത്തേക്ക് വരുന്ന കൈ റൈറ്റിലേക്ക് എടുത്തപ്പോൾ ബോൾ കുത്തി പുറത്തേക്ക് പോയി. ടിനിച്ചേട്ടൻ ഒന്ന് ഷോക്ക് ചെയ്യും, ഇവൻ കൊള്ളാല, ഞാൻ പറഞ്ഞൊരു കാര്യം ടിനിച്ചേട്ടൻ മനസ്സിലായി. ഞാൻ പറഞ്ഞു ടിനിച്ചേട്ടൻ ഇതാണ് ഇവൻ്റെ പ്രശ്നം, ഇവൻ ക്രിക്കറ്റ് ബോൾ കളിച്ചിട്ടില്ല, ടെന്നീസ് ബോളിൻ്റെ ഡയറക്ടറാണ് വന്നാക്കാം. അപ്പോൾ ടിനിച്ചേട്ടൻ പറയേണ്ട സാധനമുണ്ട് ഈ പറഞ്ഞ പോലെ, പക്ഷേ കുറേ ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്യണം, അവൻ്റെ ഫിറ്റ്നസ് നോക്കണം, അതൊക്കെ നോക്കണം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യും, നീ വർക്ക് ചെയ്യും, എന്നിട്ട് 2 മാസം നീ വർക്ക് ചെയ്തിട്ട് എന്നെ അറിയിക്കാൻ പറഞ്ഞു. ഞാനൊരു 2-2.5 മാസം കഴിഞ്ഞ് അവനെ ശരിക്കും ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നേരെ ഒരു ദിവസം ടിനിച്ചേട്ടൻ ചോദിച്ച് എടാ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവനിപ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ല സെറ്റ് ചെയ്യാൻ ചേട്ടാ. അപ്പോൾ നമ്മുടെ രഞ്ജി ട്രോഫി സെലക്ടർ ഉണ്ട് പി പ്രശാന്ത്, PP എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. PP ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു PP ചേട്ടാ അങ്ങനെ ഒരു പയ്യനുണ്ട്, എനിക്കൊന്ന് ഇവനൊന്ന് രഞ്ജി ട്രോഫി നെറ്റ്സിലൊന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. PP ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു അതിനെന്താണ് നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ നേരെ PP ചേട്ടനെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നമ്മുടെ സെൻറ്റ് പോൾസിൽ സഞ്ജു ആണെന്ന് ലീഡാണ് ടീമിന്, സഞ്ജു നെറ്റ്സിലുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സഞ്ജു ഫസ്റ്റ് ബോൾ അവൻ കളിച്ചു, സഞ്ജു കളിച്ച് ഡിഫൻസ് ചെയ്ത് ബീറ്റായി. സെക്കൻഡ് ബോൾ സഞ്ജു കളിച്ച് ബോൾ അകത്തേക്ക് വന്നു, സഞ്ജു ബീറ്റായി. അപ്പോൾ രണ്ടാമത്തെ ബോൾ ഒരു ലെഗ് ബിഫോറിന് ചാൻസ് ഉള്ള ഒരു ക്ലോസ് കോൾ ആയിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ് സക്സേന ഉണ്ട്. അപ്പോൾ ഇവന് ഫ്രണ്ട് ലൈനിലേക്ക് വരാനും ഭയങ്കര മടി. അപ്പോൾ ഇവന് എന്തോ ഒരു കോംപ്ലക്സ് അടിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മോനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ മുന്നിലേക്ക് ചെല്ലി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ ആ സമയത്ത്, അക്ഷയ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ആം രഞ്ജി ട്രോഫി പ്ലെയർ ഉണ്ട്, സൽമാൻ നിസാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ പയ്യൻ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ ഹാപ്പി. അപ്പോൾ ടിനു ചേട്ടൻ വളരെ ഇമ്പ്രസ്ഡ് ആണ്. കാരണം സഞ്ജു ബീറ്റ് ചെയ്ത് തുടങ്ങി. സഞ്ജുവിനെ ഒരു നോർമൽ നെറ്റ്സിൽ ബീറ്റ് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമില്ല. സഞ്ജു അതിന് ശേഷം ഇവനെ നല്ല രീതിയിൽ അടിച്ച്. പക്ഷേ അതെല്ലാം ഞാൻ ആസ് എ കോച്ച് ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം മേ ബി ചില ഹിറ്റ്സൊക്കെ ഔട്ട് ഓഫ് ദ പാർക്ക് പോകുന്നുണ്ടെങ്കിലും ചില ഹിറ്റ്സ് എല്ലാം നിൽക്കുന്നത് അകത്താണ്. അതായത് ഇറ്റ്സ് നോട്ട് ഈസി. ഒരു IPL ക്യാപ്റ്റൻ അല്ലെങ്കിൽ IPL ലെജൻഡായിട്ടുള്ള സഞ്ജു സാംസൺ ഇവനെ സ്ട്രഗിൾ ചെയ്തെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഐ എം മൂവിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക്. ഞാനപ്പോൾ അവനെ കഴിഞ്ഞിട്ട് നേരെ അവിടെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തു. ഇപ്പോൾ ടീച്ചറാണ്ട് പറഞ്ഞ് സദ്ദാമേ ഈ ഒരു കാര്യം ചെയ്യും, ഇവൻ്റെ എജിലിറ്റി എൻഡുറൻസ് ലെവലൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ വളരെ താഴെയാണ്. കാരണം ഒരു നോർമൽ ക്രിക്കറ്റിംഗ് സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ 3 years ഞാൻ ഇവനെ വീണ്ടും കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ബാക്ക് ടു ബാക്ക് കോൾസ് വരുന്നത്. ബാക്ക് ടു ബാക്ക് കോൾസ്, ടെന്നീസ് ബോൾ അസോസിയേഷനിൽ നിന്ന് അവിടുന്ന് വിളിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ 2-3 മാച്ച് ടൂർണമെൻറ്റ് ഞാൻ കൂടെ കളിപ്പിച്ചായിരുന്നു. ജോഗോ എന്ന് പറഞ്ഞൊരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ, അമേച്ചർ ടൂർണമെൻ്റ് ആണ്. അതുപോലെ തന്നെ സെൻറ്റ് പോൾസിൽ നടന്നൊരു ടൂർണമെൻറ്റ് കളിപ്പിച്ചായിരുന്നു. കുസാറ്റി ഗ്രൗണ്ടിൽ നടന്നൊരു ടൂർണമെൻറ്റ് കൂടെ കളിപ്പിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും T20 മാച്ച് കളിക്കുമ്പോൾ ഇവന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 സീരീസ് എനിക്ക് ഞാൻ മനസ്സിലാക്കി ഇവനാണ് ബെസ്റ്റ് ബോളർ, ടൂർണമെൻറ്റിലെ ബെസ്റ്റ് ബോളർ ഇവനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനിലൊരു സാധാരണ ഒരു ബോളറല്ല, ഒരു എക്സ്ട്രാ സാധനമുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ നേരെ
അടുത്ത ലെവൽ ഓഫ് ട്രെയിനിങ്ങിനെ വിളിച്ച് കുറേ പ്രഷേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഫാസ്റ്റ് ബോളർ ചേഞ്ച് സ്പിന്നർ ആക്കിയത്, അവൻ്റെ കരിയർ ഇതല്ലേ, അവൻ കേരളത്തിന് വേണ്ടിയിട്ട് ടെന്നീസ് ബോൾ കളിച്ചിട്ട് പൈനല്ലേ, അവൻ അവിടുത്തെ ഫേമസ് ക്ലബ്ബിലെ കളിക്കുന്ന ആളുകളൊക്കെ എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. കാരണം ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഇവർ എന്തെങ്കിലും ഇവർ തിരിച്ചറിയുന്നതായിരുന്നു. ഞാനപ്പോൾ നേരെ എൻ്റെ സുഹൃത്തായ കെവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ്, കെവിനെ ഇവൻ്റെ വീട് തിരുവനന്തപുരമാണ്. അപ്പോൾ കെവിൻ ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ അവിടുത്തെ റൂം മാറി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പം അതിനോട് എനിക്ക് എത്ര അറ്റാച്ച്മെൻറ്റ് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അതിന് ശേഷം എനിക്കറിയാം, ഞാൻ അന്ന് അവനെ കൈവിട്ടിരുന്നെങ്കിൽ അവന് താമസിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു 2-3 മാസം തന്നെ ഇവിടെ താമസിച്ചിരുന്ന. അപ്പോൾ ഞാൻ എൻ്റെ അമ്മനോട്, എൻ്റെ അമ്മക്ക് അതറിയാം, എൻ്റെ അമ്മയോട് ഞാൻ പറയുന്നത്, അമ്മ ഇപ്പം ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് സാധാരണ ഒരു പയ്യനല്ല. അവൻ ചിലപ്പോൾ കളിച്ച് കയറിയാൽ, ഞാൻ ഇന്നും എനിക്ക് ആ വേർഡ് ഓർമ്മയുണ്ട്, അവൻ്റെ മിനിമം സെറ്റിൽമെൻറ്റ് IPL ആയിരിക്കും. അതിൻ്റെ താഴത്തേക്കല്ല അവൻ. കാരണം ഒരു നല്ലൊരു കോച്ചിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നല്ലൊരു വിഷനുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ഇന്ത്യ റൂൾ ചെയ്യും. അതിന് സാധനം പറഞ്ഞ് അവനൊന്ന് മാക്സിമം ടേക്ക് കെയർ ആണ്. കാരണം ഞാനിങ്ങനെ പല ട്രാവലിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ അവൻ്റെ ഭക്ഷണത്തിന് കുറവ് വരരുത്. അപ്പോൾ അതെല്ലാം എഗ്രി ചെയ്ത് അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവൻ്റെ ഫീൽഡിങ് വളരെ മോശം. അപ്പോൾ ഞാൻ ബാക്ക് ടു ബാക്ക് ട്രാവൽ ചെയ്യുന്നു. ഇവൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ എൻ്റെ വളരെ നല്ല സുഹൃത്താണ് കെവിൻ. ഞാൻ കെവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കെവിൻ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, എനിക്ക് കെവിൻ്റെ കയ്യിൽ നല്ല സൂപ്പർ ട്രെയിനേഴ്സ് ഉണ്ട്, ഇവൻ്റെ ലോവർ ബോഡി മസിൽസ് ഭയങ്കര വീക്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പെർഫെക്റ്റ്ലി ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിങ്ങും സെറ്റപ്പ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനൊരു ലെജൻഡറി സെറ്റപ്പിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മ്യൂച്വലി കെവിൻ വിളിച്ചൊരു കെവിനെ ഒന്ന് നോക്കണം, നമ്മൾ സ്വന്തം പയ്യനാന്ന് പറയും. ഇപ്പോൾ കെവിൻ ഞാൻ ഹാറ്റ്സ് ഓഫ് ടു കെവിൻ, ഈസ് എ വെരി വണ്ടർഫുൾ കോച്ച്. ആക്ച്വലി ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഒപ്പോസിഷൻ കെവിൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ പയ്യനെന്നോ വേറെ ക്ലബിൽ നിന്ന് പയ്യനെന്നോ, അതാണ് ഒരു നല്ല കോച്ചിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. കെവിൻ അപ്പം അതിനെ അക്സെപ്റ്റ് ചെയ്ത്, അതിനെന്താണ് നീ വിടണം, അവൻ ടാലൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവനവിടെ ഫീൽഡിങ്ങിന് കെവിൻ്റെ ഏറ്റവും നല്ലൊരു ട്രെയിനർ കെവിൻ്റെ ഉണ്ട്. കെവിൻ അവനെ ഹാൻഡ് ഓവർ ചെയ്ത് ഞാൻ. അതിനുശേഷം കെവിൻ്റെ അടുത്ത് അവൻ ട്രെയിൻ ചെയ്ത് ഉഗ്രണ്ട്. അവൻ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് കെവിനെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തു. അതിനുശേഷം പിന്നെ ഒരു ദിവസം മുംബൈ ഇന്ത്യൻസിലേക്ക് ഒരു കോൾ വരെയാണ്, നെറ്റ് ബോളറായിട്ട് എറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കെവിനെ വിളിച്ചിട്ട് പറഞ്ഞ്, സദ്ദാമേ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, അവൻ നെറ്റ് ബോളറായിട്ട് വിളിച്ചിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയാം. അപ്പോൾ ഞാനും വളരെ സന്തോഷമായി, ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ അവൻ പോയി. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഇവൻ മുംബൈ ഇന്ത്യൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ ലാസ്റ്റ്, അതായത് ഈ കഴിഞ്ഞ 2026 IPL വേൾഡ്, അതായത് IPL അറിയാലോ, വേൾഡ് ക്രിക്കറ്റിൻ്റെ അകത്തുള്ള രാജാക്കന്മാർ കളിക്കുന്ന IPL ആണ്. അത്രയും പ്ലേയേഴ്സിന് 300 പേരുടെ ഓപ്ഷനിൽ നമ്മുടെ മലയാളിയായ ജിക്കു ബ്രൈറ്റ് വന്നു എന്നുള്ളതാണ്. 300 പേരിൽ ജിക്കു ബ്രൈറ്റ് വന്നു. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് കംപ്ലീറ്റ് അതിൻ്റെ ക്രെഡിറ്റ് അവൻ്റെ ഡെഡിക്കേഷനുള്ളതാണ്, അവൻ്റെ ഡിറ്റർമിനേഷനുള്ളതാണ്. ഇവൻ പുല്ല് വെട്ടിയിട്ടാണ് അവൻ ജീവിച്ചിരുന്നത്. ഞാനത് പറയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഞാനൊന്ന് വെറുതെ ഒരു വീഡിയോ പണ്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഡേ ടു ഡേ ലൈഫ് അവൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഗ്രൗണ്ടിലെ പുല്ല് വെട്ടാൻ പോകുമായിരുന്നു. അവിടെന്ന് കഷ്ടപ്പെട്ട് വന്നവനായിരുന്നു അവൻ. അവിടെ നിന്ന് IPL ഓപ്ഷനിൽ വന്ന് അൺഫോർച്ചുനേറ്റ്ലി അൺസോൾഡ്. പക്ഷേ അവൻ ജയിച്ചവിടെ. അവനൊരു കഷ്ടപ്പെടുന്നൊരു പരിധിയിൽ അവൻ പകുതിയോളം ജയിച്ചു കയറ്റി. ഞാൻ ലിസ്റ്റിലേക്ക് ഇനി സെല്ലാവാന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. പക്ഷേ ഏറ്റവും വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, 300 പേര് IPL 2026 വന്ന പയ്യൻ ഇന്ന് 2026 കേരള ക്രിക്കറ്റ് ലീഗിൽ പയ്യനില്ല. എത്ര പെയിൻഫുൾ ആയിരിക്കും. ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും അതൊരു നല്ലൊരു തീരുമാനമായിരുന്നില്ല. അവൻ്റെ വയസ്സ് 28-29 അവൻ കഷ്ടപ്പെടുന്നു. അവൻ്റെ പീക്കിലാണ് അവൻ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. അവനെ 150 പേരുടെ ലിസ്റ്റിൽ അവനെ കൺസിഡർ ചെയ്യാൻ, അവനൊരു ഇഞ്ചുറി ഇല്ല, അവൻ കംപ്ലീറ്റ് ഫിറ്റാണ്. അവൻ്റെ എപ്പോഴത്തെ ഏറ്റവും പീക്ക് പെർഫോമൻസിൽ നിൽക്കുന്നു. ഒരൊറ്റ ആൻസർ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, അവന് ഏതോ ഒരു മാച്ചിൽ ഒരു ഓവറിൽ 20 റൺസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സ്റ്റുവർട്ട് ബ്രോഡിനെ ഒരു ഓവറിൽ 6 അടിച്ചപ്പോൾ അയാൾ തിരിച്ച് ആ ടീമിൽ കളിക്കുമായിരുന്നു, ഇംഗ്ലണ്ട് ടീമിൽ കളിക്കുമായിരുന്ന. ഇപ്പോഴത്തെ ജോസ് ബട്ട്ലർ എന്താണ് ഫോമില്ലായ്മ ബാറ്റ് കൊണ്ടിരിക്കണം, ഇന്നലെ ഇന്ത്യക്കെതിരെ 100 അടിച്ച്. ക്രിക്കറ്റിൻ്റെ വിഷൻ മാറിപ്പോയി. അത് ദ ബിഗ്ഗസ്റ്റ് ക്രൈം എവർ ഡിഡ്. ആ പയ്യൻ അർഹതപ്പെട്ടതായിരുന്നു. ജിക്കു ബ്രൈറ്റ് ഈസ് എലിജിബിൾ ടു പ്ലേ കേരള ക്രിക്കറ്റ് ലീഗ്. ദർ ഇസ് നോ ഡൗട്ട്. അതെന്തുകൊണ്ടാണ് രണ്ടാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണം, ജിക്കു ബ്രൈറ്റിനെ പോലെ വേറെ ഒരു ബോളർ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഹിസ്റ്ററിൽ ഇതുവരെ വന്നിട്ടുണ്ട്. 3ാമത്തെ വർഷം നടന്നിട്ടുണ്ട്. ഒരു പ്ലെയർ വന്നിട്ടുണ്ടോ? ഇനി അങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ടാണ് എത്ര നാളെടുക്കും എന്ന് അറിയോ? കാരണം ഈസ് നോട്ട് എ ഓഫ് സ്പിന്നർ, ഹീസ് നോട്ട് എ റിസ്റ്റ് സ്പിന്നർ.
ഈസ് എ ഫിംഗർ സ്പിന്നർ വിത്ത് എൻ എക്സ്ട്രാordinary ടാലന്റ്. ഈസ് എ മിസ്റ്ററി സ്പിന്നർ. അടുത്ത ലെവല്. അവൻ നാളെ IPL കളിക്കില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? അവൻ IPL കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വലിയൊരു മറുപടി തരാനുണ്ട്. അവൻ നാളെ നമ്മളെ നോക്കിയിട്ടൊന്ന് ചിരിക്കണം, നിങ്ങൾ ഇത്ര ഉള്ളൂ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ആൻസർ ചെയ്യാനില്ല. നാളെ അവൻ IPL കളിച്ചിട്ട് നമ്മൾ അവനെ കൊണ്ട് ഒരു സ്വീകരണം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അവനെ കറക്റ്റ് സമയം സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അതൊരു വലിയ തെറ്റാണ്. തിരുത്താമെങ്കിൽ തിരുത്തണം. ഇത് ആരുടെയും ചുമലിൽ വേർത്താനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ദാറ്റ് ഇസ് എ ബിഗ് മിസ്റ്റേക്ക് ആൻഡ് ഹീ ഈസ് നോട്ട് എ പ്ലെയർ, ഹീ ഈസ് എ ലെജൻഡ്. കാരണം സഞ്ജു സാംസനെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഒന്നും കളിക്കാണ്ട് ഒരു സാധാരണക്കാരൻ, ഒരു പുൽവെട്ടുകാരനും മകനായി ജനിച്ച് അവൻ അതേ കഷ്ടപ്പെട്ട് ജീവിച്ച് കഷ്ടപ്പെട്ട് ക്രിക്കറ്റ് കളിക്കുന്ന അവൻ അർഹതപ്പെടുന്നതല്ലേ? നിങ്ങൾ പറയും. താങ്ക് യു.